അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്താണ് ലൈലത്തുൽ ഖദർ? അത് ശാസ്ത്രീയമായി എങ്ങനെ നിർവചിക്കാം? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ وما أدراك ما ليلة القدر ليلة القدر خير من ألف الشهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى മത്ലഇൽ ഫജർ. 1000 മാസങ്ങളേക്കാൾ പ്രതിഫലം ഒരു ദിവസത്ത് നേടുന്ന ആ സുന്ദരമായ പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കും നമുക്ക് കിട്ടുന്ന പ്രതിഫലം, ആ പ്രതിഫലത്തിൻ്റെ ഉടമസ്ഥനായ അള്ളാഹു നമ്മോട് പറയുന്നു, നീ ലൈലത്തുൽ ഖദറിൽ നീ പ്രാർത്ഥനകളും ആരാധനകളും അർപ്പിക്കുക. അപ്പോൾ നിനക്കു ഞാൻ, അല്ലെങ്കിൽ നിങ്ങൾക്കു ഞാൻ കൂടിയ പ്രതിഫലം നൽകുന്നതാണ്. അറബി അടിസ്ഥാനപ്പെടുത്തി നാം ഒരു ദിവസം തിരഞ്ഞെടുക്കുമ്പോൾ രാത്രിയും തൊട്ടടുത്ത ദിവസത്തിൻ്റെ പകലുമാണ് ഒരു ദിവസം. ഉദാഹരണമായി 26-ാമത്തെ ദിവസത്തെ രാത്രിയും 27-ാമത്തെ പകലുമാണ് ഒരു ദിവസമായി കണക്ക് കൂട്ടുന്നത്. അതുകൊണ്ട് നാം ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുക. അല്ലാഹു ലൈലത്തുൽ ഖദറിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ പ്രാർത്ഥനയും ആരാധനയും ശരിയായ രീതിയിൽ സ്വീകരിക്കുകയും അതിന് പ്രതിഫലവും നൽകുമാറാവട്ടെ. ആമീൻ, ആമീൻ, ആമീൻ. ഇനി ശാസ്ത്രീയമായി ഇത് എങ്ങനെ സംഭവിക്കുന്നു? ശൂന്യാകാശത്തിലുള്ള അള്ളാഹുവിൻ്റെ ആ അതിശക്തമായ അനുഗ്രഹങ്ങളുടെ ആ സോഴ്സുകൾ പ്രപഞ്ചനാഥൻ അവൻ്റെ പ്രത്യേകമായ സംവിധാനം ഉപയോഗപ്പെടുത്തി ഭൂമിയുടെ മനുഷ്യർ ജീവിക്കുന്ന ഏറ്റവും താഴെത്തട്ടിലേക്ക് ഇറക്കുകയും ആ കുളിർമയും ശാന്തവുമായ അന്തരീക്ഷത്തോടൊപ്പം തന്നെ നമ്മുടെ ഡാറ്റാ വോയ്സുകൾ ഹൈ സ്പീഡിൽ സ്വീകരിച്ചുകൊണ്ട് ഒരു ദിവസം നാം ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ 1000 മാസത്തെ പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കുമുള്ള പ്രതിഫലം ഒരു ദിവസം കൊണ്ട് നേടിത്തരുന്ന ഓഫർ ഡേ ആണത്. അത്രയും ഹൈ സ്പീഡിലാണ് നമ്മുടെ ഡാറ്റാ വോയ്സുകൾ അള്ളാഹു സ്വീകരിക്കുക എന്നർത്ഥം. ഇതാണ് ലൈലത്തുൽ ഖദറിൽ നമുക്ക് ശാസ്ത്രീയമായി അവൻ്റെ ഊർജ സ്രോതസ്സുകൾ കൊണ്ട് നേടാവുന്നത്. അതുകൊണ്ട് തന്നെ നാം അത് പ്രതീക്ഷിക്കുക. ഇത് ഞാൻ അനുഭവസ്ഥനായ ഒരു മനുഷ്യനാണ്. അപ്പോൾ അന്നെനിക്ക് 27-ാം രാവിലല്ല, 40 വയസ്സ് കഴിഞ്ഞപ്പോൾ 26-ാം രാവിലാണ് ലൈലത്തുൽ ഖദർ ഉണ്ടായത്. അത് മഗ്‌രിബ് നിസ്കാരത്തിന് ശേഷം സൂര്യൻ അസ്തമിച്ച് രാവ് തുടങ്ങി പ്രഭാതത്തിൻ്റെ സൂര്യൻ ഉദിക്കുന്ന അഥവാ സുബഹയുടെ മുമ്പ് വരെ ആ സമയം ദീർഘമായി ഉണ്ടായിരുന്നു എന്നതാണ് അതിനർത്ഥം. അതുകൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹു നമ്മൾ ശരിയായ ഏകദൈവ വിശ്വാസികളാക്കി നിലനിർത്തട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെയും അതിനുവേണ്ടി നാം ശ്രമിക്കുകയും ചെയ്യുക. അല്ലാഹു നമ്മെ ശരിയായ ദിശയിൽ നയിക്കുമാറാവട്ടെ. ആമീൻ, ആമീൻ, ആമീൻ.